ഇടുക്കി ജില്ലയെയും തമിഴ്നാടിനെയും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന തേവാരം റോഡ് നിർമ്മാണത്തിന് സാധ്യത തെളിയുന്നു. ഇരു സംസ്ഥാനങ്ങളിലെയും ജനപ്രതിനിധികൾ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇടുക്കി തേനി എംപിമാർ തേവാരമെട്ടിലെത്തി റോഡിന്റെ സ്ഥിതി പരിശോധിച്ചു. തേനി എംപി തമിഴ്സെൽവൻ വനപാതയിലൂടെ കാൽനടയായാണ് തേവാരമെട്ടിലെത്തിയത്. ഏതാനും വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഇടുക്കി ഉടുമ്പൻചോലയ്ക്ക് സമീപത്തുള്ള തേവാരമെട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തേവാരത്തേക്കുള്ള റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു. മുൻപ് ജീപ്പ് സർവീസ് നടത്തിയിരുന്ന റോഡ് തമിഴ്നാട് വനംവകുപ്പാണ് അടച്ചത്. തേവാരമെട്ടിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തമിഴ്നാട്ടിലെ തേവാരത്തെത്താം. ഈ സാഹചര്യത്തിലാണ് പാത വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലെ ജനങ്ങളും എംപിമാരെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തേനി എംപി തമിഴ്സെൽവന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടെ 300ഓളം പേർ തേവാരത്ത് നിന്ന് വനപാതയിലൂടെ കാൽനടയായി തേവാരമെട്ടിലെത്തിയത്. தேவாரத்திலிருந்து உடுப்பஞ்சோலை வர்றதா இருந்தா 80 கிலோமீட்டர் சுத்தி வரணும். போனா 80 கிலோமீட்டர் சுத்தி 160 கிலோமீட்டர் ஸ்பெண்ட் பண்ணணும். இந்த ரூட்ல சாக்குளத்து மெட்ரோ ரூட்ல வந்துட்டா 7 கிலோமீட்டர்ல வந்துடலாம். 7 கிலோமீட்டர் போயிடலாம். ஃபாரஸ்ட் வந்து ஆல்ரெடி 2 மீட்டர் வாக்கிங் அளவு பண்ணிருக்கு. எனக்கு தேவை இப்ப 8 மீட்டர். 8 மீட்டருமே நான் வரும்போது ஒவ்வொன்றா ஆய்வு பண்ணி வந்து என் கூட இன்ஜினியர்ஸ் வந்தாங்க. இடுக்கி எம்பி என் கூட இருக்காரு, நம்ம உடுப்பஞ்சோலை எம்எல்ஏ கூட இருக்காரு. வரும்போது பாக்குறேன் மிகப்பெரிய பாறைகள் எதுவும் கிடையாது, மிகப்பெரிய மரங்கள் எதுவும் கிடையாது. ஈஸியா வந்து ரோடு அப்ரோச் பண்ணலாம். வித்தின் ഇയറിൽ அந்த റോഡ് പോട് முடிக்கலாம். ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല എംഎൽഎ എം എം മണി എന്നിവർ ചേർന്ന് തമിഴ്സെൽവനെ സ്വീകരിച്ചു. 70 കിലോമീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ രണ്ട് ഇടങ്ങളും തമ്മിൽ ചാക്കുളത്തിമേട്ടിൽ എത്തിപ്പെടാൻ ഉടുമ്പൻചോലക്കാരായ കേരളത്തിൽ നിന്നുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ പോലെ തിരിച്ചു. എന്നാൽ 7 കിലോമീറ്റർ വനം വകുപ്പിന്റെ അനുമതി വാങ്ങി ഈ റോഡ് യാഥാർത്ഥ്യമായാൽ തീർച്ചയായും അത്രയും വലിയ ഒരു നേട്ടമാണ് അതുവഴിയായി ഉണ്ടാകുന്നത്. തേവാരത്ത് നമുക്ക് പരിസരത്തിലുള്ള ജനങ്ങൾക്ക് കേരളത്തിലേക്ക് വരാൻ, ഉടുമ്പൻചോലയിലേക്ക് വരാൻ, അവർക്കിവിടെ തോട്ടവും കൃഷിയും എല്ലാം ഉള്ളവരാണ്. അവർക്ക് വരാൻ, നമുക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ, കാരണം കേരളത്തിലെ കഴിഞ്ഞും പല ഉൽപ്പന്നങ്ങളും നമുക്ക് ആവശ്യമുള്ളത് തമിഴ്നാട്ടിലാണ് വില കുറച്ച് സൗകര്യപ്രദമായി. ഇതൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് എത്തിപ്പെടാനുള്ള ഇപ്പോഴത്തെ ദൂരം കുറയണം. അത് ഏറ്റവും സഹായിക്കുന്നതാണ് ഈ പുതിയ റോഡിന്റെ ശ്രമം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ. പാത യാഥാർത്ഥ്യമായാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്ക് ജോലിക്കെത്തുന്ന 100 കണക്കിന് തൊഴിലാളികളുടെ യാത്രയ്ക്കും വാണിജ്യത്തിനും ഇത് സഹായകമാകും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ശബരിമല തീർത്ഥാടകർക്കും പാത ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. പാത തുറക്കാൻ സാധ്യമാക്കത്തക്ക ഇടപെടൽ കേന്ദ്രതലത്തിൽ നടത്തുമെന്ന് ഉറപ്പു നൽകിയാണ് ജനപ്രതിനിധികൾ മടങ്ങിയത്. ജനം, ഇടുക്കി.